നമസ്കാരം. ഇന്ന് നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കി നോക്കാവേ. അതിനായിട്ട് 100 ഗ്രാം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല പാല് പോലെ ഇതൊന്ന് കലക്കിയെടുക്കാം, കട്ടയൊന്നും ഇല്ലാതെ. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ച് തീ ഏറ്റവും കുറച്ച് വെച്ച് പതുക്കെ ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിം ആക്കി വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടി പിടിക്കാതെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടയായിട്ട് വരാൻ തുടങ്ങും. അത് കുഴപ്പമില്ല, നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഈ കോൺഫ്ലവർ എടുത്ത് അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്ത് വെക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി പച്ച കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കളറൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് കട്ടിയായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി ഇതിലേക്ക് യോജിച്ച് കഴിയുമ്പോൾ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നെയ്യില്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അതുപോലെ 2 ഏലക്ക പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് ഇതിലേക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരിച്ചിരി കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടി പിടിക്കാതെ നന്നായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത് നല്ലതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ ഇളക്കി കൊടുക്കണം. പാനിയിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്ന പരുവം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇത് ഒരു നെയ്യ് വിരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ച് തണുക്കാൻ അനുവദിക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് മുറിച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ദേ നമ്മുടെ ഹലുവയെല്ലാം നന്നായിട്ട് തണുത്തപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.